ഇന്ന് മോർണിംഗ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ശരിക്കും ഉറങ്ങി എഴുന്നേറ്റത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നലെ മൈഗ്രെയിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ അടിച്ച് അതിൻ്റെ എന്തെങ്കിലും ക്ഷീണമോ കാര്യങ്ങളോ. അതൊന്നുമല്ല. ശരിക്കും പറയാച്ചാൽ ഞാൻ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. 5 മണിയൊക്കെ ആയി എഴുന്നേറ്റാര ഒരു 8:30 9 മണിയൊക്കെ ആയതിന് ശേഷം പിന്നെയും കിടന്നുറങ്ങിയതാണ് 2 മണിക്ക് എഴുന്നേറ്റത്. അപ്പം എന്താ, എൻ്റെ എന്നത്തെ പോലെയും പഴംപൊരിയും ചായയും കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും 5 മണിക്ക് എഴുന്നേറ്റത് എന്നായിരിക്കും. അതൊന്നല്ല ഗൈസ്, ഞാൻ നല്ലൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് കൊടുത്തയക്കേണ്ട 2 ഫോട്ടോസാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ വർക്ക് ചെയ്ത് തീർത്തു. ഇത് മാത്രമല്ല, അതാ ഒരു വർക്കുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒന്ന് തന്നെ 2 പ്രാവശ്യം കാണിക്കാണ്. 1 2 1 2. അപ്പോൾ ഇത് ഉണങ്ങിയോന്ന് ചോദിച്ചാൽ ഉണങ്ങി എന്നൊക്കെ പറയാൻ പറ്റും. അത്ര സമയം തൊട്ടിട്ട് ഇപ്പോൾ ഇവിടെ ഫാൻ ഇട്ടെടുക്കുക കഴിഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ എഴുന്നേറ്റ് കിടക്കുന്നതിൻ്റെ മുമ്പായിരുന്നു ചായ മേടിച്ചുകൊണ്ട് തന്നേനും അതൊക്കെ കുടിച്ചു. എന്നതിന് ശേഷമായിരുന്നു കിടന്നുറങ്ങിയത്. കാരണം കിടന്നുറങ്ങിയില്ലെങ്കിൽ വലിയ സീൻ കിട്ടും. ഇനി വേണം അടുത്ത പണിയിലേക്ക് ഇറങ്ങാൻ, അടുത്ത വർക്ക് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എഴുന്നേറ്റു, കുളിച്ചു, ഇങ്ങോട്ട് വന്നു. ആദ്യം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് വരയിലേക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. വര ഒറ്റയടിക്കൊന്നും തുടങ്ങാൻ പറ്റിയില്ല. ഞാൻ ഫസ്റ്റിൽ കണ്ണും മൂക്കും ചുണ്ടും വരച്ച് വെക്കാറാണ്. അത് ഉണങ്ങിയതിന് ശേഷം അത് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആദ്യം പിന്നീട് വരയ്ക്കാറ്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ മയിൽപ്പീലിമേൽ അതിനും തുടങ്ങാം. പക്ഷെ മഴ ആയതുകൊണ്ട് മയിൽപ്പീലിമ തുടങ്ങി ലാസ്റ്റ് നമ്മൾ ഈ കണ്ണിൻ്റെ റൗണ്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് സൈഡിൽ കുത്ത് നിൽക്കുന്ന സമയത്ത് സൈഡിലത്തൊക്കെ സ്പ്രെഡായി പോകും. അങ്ങനെ ഉണങ്ങൂല അല്ലേ. വരച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടേ പിന്നീട് എനിക്കതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ചെറിയൊരു കുഞ്ഞു സൂത്രമാണത്. അപ്പോൾ ഇനി അടുത്ത വർക്കിനേക്ക് വേണ്ടിയിട്ടിരിക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്രെയിം ചെയ്ത് കൊറിയർ ചെയ്യാൻ കൊടുക്കണം. ഫ്രെയിം ചെയ്യാൻ അരുൺ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കൊറിയർ ചെയ്യാൻ അവൻ കൊണ്ടു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ മോർണിംഗ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. എനിക്ക് മോർണിംഗ് വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യത്തിലൊന്നുമല്ല. ഒന്നായിട്ട് പെയിൻറ്റ് കൈൻ്റെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ പെയിൻറ്റ് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ഫ്രഷ്നെസ് ഫീല്. എണീറ്റുകൊണ്ടാട്ടോ കണ്ണൊക്കെ ഇറുകി കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പറയല്ലേ, ഒരു മോട്ടിവേഷനിൽ നിങ്ങളെ നോക്കി പലരും ചിരിച്ചിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഉറങ്ങുകയായിരിക്കും എന്ന് പറയൽ. ചില രാത്രികളിൽ ഞാൻ അങ്ങനെയാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനിവിടെ കുത്തിരുന്ന് വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ അതിൻ്റേതായ നേട്ടങ്ങൾ എനിക്ക് ഓരോന്നായിട്ട് വരുന്നുണ്ട്. ആ നേട്ടങ്ങളെ കണ്ട് നമ്മൾ സന്തോഷിച്ചാൽ പോരെ. കുറ്റം പറയുന്നത് കേട്ട് എന്തിന് സങ്കടപ്പെടണം? ആ കുറ്റം പറയുന്ന ആൾക്കാർ അവിടെ വേണം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ജീവിച്ചിരിപ്പുണ്ട് എന്ന് 10 പേരിലേക്ക് ഇങ്ങനെ നിരന്തരം അറിയിക്കാൻ 10 പേരുണ്ടാവുക എന്ന് പറയുന്നത് എന്തൊരു സന്തോഷം, എന്തൊരു അഭിമാനമുള്ള കാര്യമാണെന്നറിയോ. ഈ നെഗറ്റീവ് ഇടുന്നതിലേക്ക് വിചാരം നമ്മളിത് കേട്ടുങ്ങാൻ ഡൗണായി വിഷമിച്ചു കാര്യങ്ങളൊക്കെയാണ്. ഞാനൊരു ദിവസം എന്നെ കുറിച്ച് എത്ര നെഗറ്റീവ് വരുന്നതെന്നേ നോക്കുള്ളൂ. എത്ര പേര് എന്നെക്കുറിച്ച് വാത്തോരാതെ സംസാരിക്കുന്നു, ഒരാളിലേക്കെങ്കിലും എക്സ്ട്രാ അവരെന്നെ എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളത്. ബിസിനസ് മൈൻഡ്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം പിന്നെ ഞാനിതൊന്ന് ഫ്രെയിം ചെയ്തിട്ട്, അപ്പം ഫ്രെയിം ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് കൊറിയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അടുത്തത് വരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. 5 എണ്ണം ഒരുമിച്ച് വരയ്ക്കാനിരിക്കുക. കാരണം മഴയാണല്ലോ. 5 എണ്ണം ഒരുമിച്ച് വരയ്ക്കാനിരുന്ന് അത് 2 ദിവസം കൊണ്ട് മഴ പോയി. അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഈ 2 എണ്ണമായി അങ്ങനെ ആക്കി കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ ഇനിയിപ്പം മഴ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ 5 എണ്ണം തന്നെ ഒരുമിച്ചാക്കുകയാണ്. അതേ എനിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ്. ടാറ്റാ, ബൈ.